വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ ചുരുളുകൾ അങ്ങനെ അഴിഞ്ഞു. വരവിനനുസരിച്ച് ചെലവ് നോക്കാതെ ജീവിച്ച ഷെമിയും മക്കളും അനിവാര്യമായ ദുരന്തത്തിലേക്ക് പോയി. അഫാനെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കാൻ ഷെമി ശ്രമിച്ചു അവസാന നിമിഷം വരെ. പക്ഷേ ഇപ്പോൾ തത്ത പറയുന്നത് പോലെ ഷെമി കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ കടം വരുത്തി വെച്ചു ഷെമി. അഫാന്റെ ആഡംബര ജീവിതം കടം വരുത്തി വയ്ക്കാൻ കാരണമായി മാറി. അഫാനോട് ഷെമിക്കും പിതാവ് റഹീമിനും പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ ആവശ്യപ്പെട്ട മൊബൈൽ വാങ്ങിക്കൊടുത്തില്ല എന്ന പേരിൽ അഫാൻ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അതിനുശേഷം അഫാനെ കരുതലോടെയാണ് ഷെമിയും റഹീമും കണ്ടിരുന്നത്. അഫാന്റെ ആഡംബര ജീവിതത്തിനായി പലരിൽ നിന്നും ഷെമിക്ക് കടം വാങ്ങേണ്ടി വന്നു. കോവിഡ് കാരണം പിതാവ് റഹീമിൻ്റെ ബിസിനസ് തകർന്നപ്പോൾ അഫാന്റെ ആഡംബര ജീവിതത്തിന് അത് തടസ്സമായി മാറി. അഫാനും ഷെമിയും അനുജനും ഒക്കെ ആഡംബരമായാണ് ജീവിച്ചിരുന്നത്. കാറും പുതിയ ബൈക്കുകളും ഒക്കെ വാങ്ങിക്കൂട്ടി അവർ. വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ, അല്ലെങ്കിൽ വരവിനനുസരിച്ച് ചെലവ് ചുരുക്കാൻ ഷെമി എന്ന വീട്ടമ്മയ്ക്ക് കഴിഞ്ഞതുമില്ല. ഇതാണ് കേരളത്തെ അല്ല, ലോകത്തെ തന്നെ നടുക്കിയ കൂട്ടക്കൊലയ്ക്ക് കാരണമായി മാറിയത്. അഫാനെ സംരക്ഷിക്കാൻ ഷെമി ഇപ്പോഴും ശ്രമിക്കുന്നു. അഫാനെ കാണണമെന്ന് ഷെമി ആവശ്യപ്പെടുന്നു. പക്ഷേ ഷെമി പോലീസിനോട് കാര്യങ്ങളെല്ലാം പറയേണ്ട ഗതികേടിലെത്തി. കട്ടിൽ നിന്ന് വീണാണ് തനിക്ക് അപകടം പറ്റിയത് എന്നാണ് ഷെമി പറഞ്ഞത്. അതിനർത്ഥം അഫാനെ ഏതു രീതിയിലും ഷെമി സംരക്ഷിക്കും എന്നതാണ്. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ എല്ലാ കാര്യവും ഷെമിക്ക് പോലീസിനോട് പറയേണ്ടി വന്നു. വെഞ്ഞാറമൂട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്ന് സ്വർണം പണയം വെച്ച് പൈസ വാങ്ങി. പലരിൽ നിന്നും പലിശയ്ക്ക് പണം കടം വാങ്ങി. ഇങ്ങനെ റോൾ ചെയ്തുള്ള ജീവിതം. ഒരാളിൽ നിന്ന് 1 ലക്ഷം വാങ്ങിയിട്ട് മറ്റൊരാളിൽ നിന്ന് 2 ലക്ഷം വാങ്ങി അയാളുടെ 1 ലക്ഷം തിരിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം, ആഡംബരപൂർണമായ ജീവിതം. അതാണ് ഷെമി നയിച്ചിരുന്നത്. പക്ഷേ എത്ര പണം റോൾ ചെയ്താലും ഒരു ഘട്ടത്തിൽ അതങ്ങ് നിലയ്ക്കും. അങ്ങനെ നിലയ്ക്കുന്ന നിമിഷം വന്നപ്പോൾ, അങ്ങനെ നിലച്ചപ്പോൾ പണം കടം കൊടുത്തവർ ചോദിച്ചു തുടങ്ങി. തട്ടത്തുമലയിലെ ബന്ധുക്കളൊക്കെ വളരെ ക്രൂരമായാണ് പെരുമാറിയത് അഫാനോടും ഷെമിയോടും. അഫാനും ഷെമിയും ചേർന്നാണ് പണം കടം വാങ്ങിയിരുന്നത് പലരിൽ നിന്നും. ഉമ്മയും മകനും കൂടെ പോയി പണം കടം വാങ്ങുന്ന രീതി. ഒടുവിൽ ആ വീട് വിറ്റ് കടം വീട്ടാൻ അഫാൻ തീരുമാനമെടുത്തു. അങ്ങനെ പിതാവ് റഹീം അറിയാതെ പലതരത്തിലുള്ള ഇടപാടുകൾ ഷെമിയും അഫാനും ചേർന്ന് നടത്തി. ബന്ധുക്കൾക്കിടയിൽ അവർ ഒരു പരിഹാസ കഥാപാത്രമായി മാറി. ലത്തീഫ് ഇവരെ പലപ്പോഴും ഉപദേശിച്ചു, ആഡംബരപൂർണമായ ജീവിതം നയിക്കരുതെന്ന്. അതാണ് ലത്തീഫിനോട് പകയ്ക്കുള്ള കാരണം. അഫാനും കുടുംബവും ചേർന്ന്, അഫാനും ഷെമിയും അനുജനും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റിൽ വീഡിയോകൾ കണ്ടിരുന്നു മൂവരും ഒരുമിച്ച്. ഇവിടെയാണ് ഷെമിക്ക് കുരുക്ക് വീണത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമൊത്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന വീഡിയോകൾ കണ്ടതിന് ഷെമിക്കെതിരെ പോലീസ് കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. കുഞ്ഞിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന വീഡിയോകൾ കാണിച്ചു ആ ഉമ്മ. പക്ഷേ ആത്മഹത്യക്ക് അവസാന നിമിഷം അവർ തയ്യാറായില്ല. അവർ തയ്യാറാകാത്തതിൻ്റെ കാരണം അവർക്കൊരു ഒരു മനസ്താപം ഉണ്ടായിരിക്കും. പക്ഷേ അഫാനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളുടെ അവഹേളനം, കടം വാങ്ങിയവരുടെ അവഹേളനം, ഇതൊന്നും സഹിക്കാനാവാത്ത സ്ഥിതിയിലായിരുന്നു. ഈ സ്ഥിതിയിൽ അയാൾ ഭ്രാന്തമായ മനസ്സിനുടമയായി മാറി.
അങ്ങനെയാണ് അയാൾ ഉമ്മയെയും അനുജനെയും ഉമ്മുമ്മയെയും വലിയച്ഛനെയും വലിയച്ഛൻ്റെ ഭാര്യയെയും കാമുകിയെയും ഒക്കെ കൊന്നു തള്ളിയത്. അതിൽ ഉമ്മ രക്ഷപ്പെട്ടു. ഉമ്മ രക്ഷപ്പെടുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഷമി മരിച്ചു എന്ന് കരുതിയാണ് അഫാൻ മറ്റു കൊലകൾ നടത്തിയത്. പക്ഷേ ഷമി രക്ഷപ്പെട്ടു. ഷമി ഇപ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ജീവിക്കുന്ന തെളിവായി മാറി. ഷമി അവസാന നിമിഷം വരെ അഫാനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. അഫാൻ പാവമാണ്, താൻ കട്ടിൽ നിന്ന് വീണതാണ് എന്നൊക്കെയാണ് ഷമി പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷേ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ ഷമിക്ക് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. താനും അഫാനും കൊച്ചുമകനും ചേർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്ന്, അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെന്ന് അവർ പോലീസിനോട് വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിൽ ഷമി പറഞ്ഞ വാക്കുകളാണ്, അല്ലെങ്കിൽ അഫാൻ പറഞ്ഞ വാക്കുകളൊക്കെയാണ് ഷമിക്ക് വിനയായി മാറിയത്. കൊച്ചു കുട്ടിയുമൊത്ത് ആത്മഹത്യ ചെയ്യുന്ന വീഡിയോ കണ്ടു ആ ഉമ്മയും മൂത്ത മകനും ഇളയ കുട്ടിയുമൊത്ത്. ആ കുട്ടിക്ക് അറിവുറച്ച് വരുന്നതേ ഉള്ളൂ. ആ കുട്ടിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം. ഒടുവിൽ അഫാൻ്റെ കൂട്ടക്കൊലയിൽ എത്തിച്ചു ഷമിയുടെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യാത്ത ജീവിതം. പലരിൽ നിന്നും ഷമി ഇത്രയും വലിയൊരു തുക കടം വാങ്ങിയത് റഹീം അറിഞ്ഞിരുന്നില്ല. ഭർത്താവിൽ നിന്ന് എല്ലാം ഒളിച്ചു വെച്ചു ഷമി. ഇപ്പോൾ അഗതി മന്ദിരത്തിലാണ് ഷമി കഴിയുന്നത്. വെഞ്ഞാറമൂട്ടിലെ അഗതി മന്ദിരത്തിൽ. സ്വന്തം വീട്ടിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥ ഷമിക്കുമില്ല, അവരുടെ ഭർത്താവ് റഹീമിനുമില്ല. എന്തായാലും ഷമിയുടെ ആഡംബര ജീവിതം, അഫാൻ്റെ ആഡംബര ജീവിതം വലിയൊരു ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അഫാൻ തൻ്റെ കാമുകിയെ പോലും കൊന്നു തള്ളി. അങ്ങനെ ആഡംബര ജീവിതത്തിൻ്റെ അവസാനം അഫാൻ കൊലപാതകിയായി മാറി. ഇപ്പോഴും അഫാനെ രക്ഷപ്പെടുത്താൻ ഷമി ശ്രമിക്കുന്നുണ്ട്. ചാനലുകാരോട് പറയുന്നുണ്ട്, എൻ്റെ മോനെ ഒന്ന് ഇറക്കിത്തരുമോ എന്ന്. പക്ഷേ ഷമി ആലോചിക്കണമായിരുന്നു. നമുക്ക് 5 രൂപ കിട്ടിയാൽ ആ 5 രൂപയ്ക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഭർത്താവിൻ്റെ അവസ്ഥ നന്നായി ഷമിക്ക് അറിയാമായിരുന്നു. കോവിഡിന് മുമ്പ് റഹീമിൻ്റെ ബിസിനസ് വിദേശത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. കോവിഡ് വന്നതോടെ എല്ലാം താളം തെറ്റി. എങ്കിലും അദ്ദേഹത്തിന്, റഹീമിന് എല്ലാം തിരിച്ചു പിടിക്കാം എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സമയം അഫാൻ കൊടുത്തില്ല, ഷമിയും കൊടുത്തില്ല. കൂട്ട ആത്മഹത്യക്കാണ് ശ്രമിച്ചിരുന്നത് ആ കുടുംബം. അഫാനും അനുജനും ഷമിയും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കുഞ്ഞുമൊത്ത് ഇരുന്ന് ഷമി ആത്മഹത്യാ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഇൻ്റർനെറ്റിൽ. അഫാനാണ് അത് കാട്ടിക്കൊടുത്തത്. ഇപ്പോൾ എല്ലാം തെളിഞ്ഞു വരുന്നു. എന്തായാലും ഷമിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു.